ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ പങ്കുവയ്ക്കും. ജോസഫ്, ഈ പ്രാദേശിക നേതൃത്വവുമായുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഉരസലുകളൊക്കെ വലിയ ചർച്ചയായൊരു ഘട്ടമുണ്ടായിരുന്നു. സംഘടനാ സംവിധാനത്തിൽ CPM-ന് വലിയ അടിത്തറയുള്ള ആ മണ്ഡലത്തിൽ എത്രത്തോളം വെല്ലുവിളി നേരിടുന്നുണ്ട് ഉണ്ണിത്താൻ? രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ച് ഒരു വിജയത്തിന് ഉതകത്തക്ക വിധത്തിലുള്ള ഒരു പ്രചാരണവും ഒരു അനുകൂല ഘടകങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നില്ല. അതേസമയം പ്രതികൂലമായി നിലനിൽക്കുന്ന നിരവധി ഘടകങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു താനും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ UDF-ന് ഭൂരിപക്ഷം ലഭിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പൊതുവെ ശതമാനം, അതായത് പോളിംഗ് ശതമാനം വളരെ കുറവാണ് രേഖപ്പെടുത്തിയത്. രണ്ടാമത് പ്രാദേശിക നേതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് വലിയ രീതിയിലുള്ള വിഭാഗീയത പ്രശ്നങ്ങൾക്കും ചർച്ചയായിരുന്നു. ഏതൊക്കെയായാലും ഇത്തരം കാര്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പുറകിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. മാത്രവുമല്ല, CPM-ന്റെ അവസാന കണക്കെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും MP ബാലകൃഷ്ണൻ ജയിക്കുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഏതൊക്കെയായാലും വളരെ വീറും വാശി ഏറിയ ഒരു പോരാട്ടമായിരുന്നു. ഏതൊക്കെയായാലും ഈ കണ്ണൂരിന്റെ പോലെ ഒരു സമാന സാഹചര്യം ജയിക്കുകയാണെങ്കിലും 20,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും ഏത് മുന്നണിയാണേലും ജയിക്കാൻ സാധ്യത. ലബീഷ്, ഇനി മണിക്കൂറുകൾ മാത്രം, ഒരു പകലിന്റെയും ഒരു രാവിന്റെയും ദൂരം മാത്രമേ ഉള്ളൂ ജനവിധി അറിയാൻ.